ഇപ്പോൾ പാലക്കാട് എസ്എഫ്ഐയുടെ ഒരു പ്രതിഷേധം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധമാണത്. പെൺകുട്ടികളെ സെൽഫ് ഡിഫെൻസ് പരിശീലിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഹലോ 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 ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട്. ഗൂഗിൾ, ഇന്നലെ ഡിവൈഎഫ്ഐ ഈ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ മുഖംമൂടികൾ ധരിച്ച് സ്ത്രീകളെ ചെന്ന് കാണുന്നതും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതൊക്കെ കണ്ടു. ഇന്നിപ്പോൾ മറ്റൊരു പ്രതിഷേധ രീതിയിലെ തീർച്ചയായും പ്രതീകാത്മകമായി ഇപ്പോൾ SFIയുടെ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. അതായത് പെൺകുട്ടികളെ സെൽഫ് ഡിഫെൻസ് പഠിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിരോധിക്കുക, അങ്ങനെ സെൽഫ് ഡിഫെൻസ് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് ഇപ്പോൾ SFI നടത്തുന്നത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഇത്തരത്തിൽ SFI പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ സെൽഫ് ഡിഫെൻസ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ സെക്കൻഡുകൾ കൊണ്ട് ജീവൻ എടുക്കാൻ വേണ്ടി വന്നാൽ അങ്ങനെ സെക്കൻഡുകൾ കൊണ്ടോ മിനിറ്റുകൾ കൊണ്ടോ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധം, ആ പ്രതിരോധത്തിന് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതിന് ഈ പ്രതീകാത്മകമായ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ്. അതെ, പ്രതീകാത്മകമായിട്ടുള്ള വലിയ സമരങ്ങൾ ഇനി വരുന്ന ആളുകളിൽ ഇതാക്കും. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പാർട്ടിയിലേക്ക് ആർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം, കോൺഗ്രസിൽ നിന്ന് ആര് രാജിവെക്കണമെന്നൊക്കെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടോ. പക്ഷേ ഈ നാടിനകത്തെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്, വോട്ടർമാർ വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ആ വിജയിച്ചിട്ടുള്ള ഒരു MLAയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നെറികെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ, ഭയങ്കരമായ പീഡനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ, കൊലപാതകത്തിന് സമാനമായ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെതിരായിട്ട് ഈ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് പോകണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. രാജി വരുന്നവരെ SFI ഇത്തരത്തിൽ പ്രതിഷേധത്തിന് കടക്കാനുള്ള, ഏതായാലും രാജിവെക്കുന്നത് വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് SFI വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ SFI വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം? സെൽഫ് ഡിഫെൻസ് പഠിപ്പിച്ചു പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും വെളിയിൽ ഇറങ്ങി നടക്കുന്ന കുട്ടികളാണ്. അവർക്ക് വേണ്ടി ഇപ്പോൾ വെളിയിൽ പോകുമ്പോൾ പെട്ടെന്ന് ആക്രമിക്കാൻ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെയാണ് പറഞ്ഞത്. പഠിപ്പിച്ചു കൊടുക്കുന്നത് സെൽഫ് ഡിഫെൻസ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് പഠിച്ചത്. പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മൾ പെൺകുട്ടികളെ എങ്ങനെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം, അതിനു വേണ്ടിയുള്ള ക്ലാസ് ആയിട്ടാണ് പ്രതിഷേധം. ഒരു പ്രതീകാത്മക പ്രതിഷേധം. അതെ, പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പം നിലവിൽ SFI രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കൂടുതലായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ കാഷ്വലായിട്ട് കണ്ടുവരുന്നത് മുടിയിൽ പിടിക്കുക, അല്ലെങ്കിൽ കയ്യിൽ കയറി പിടിക്കുക. ബസ്സിലാണെങ്കിലും നമ്മൾ ബസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കയറി പിടിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ അവർ യൂസ് ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അതിന് പ്രതിരോധമായി എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രതിരോധ മുറകളാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രതികരിക്കാൻ അറിയുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രതികരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ പാലക്കാട് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ DYFIയുടെ പ്രതിഷേധവും കണ്ടു. അതും പ്രതീകാത്മകമായിട്ടായിരുന്നു. രാഹുലിൻ്റെയും ഷാഫിയുടെയും മുഖം മൂടി വെച്ച് ഈ വോട്ടർമാരെ പോയി കണ്ട് അത്തരത്തിലൊരു പ്രതിഷേധം DYFI നടത്തിയിരുന്നു. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇപ്പോൾ SFIയുടെ പ്രതിഷേധവും ഇത്തരത്തിൽ പ്രതീകാത്മകമായി തന്നെ സെൽഫ് ഡിഫെൻസ് പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടുള്ള ആ പ്രതിഷേധം നമ്മൾ കണ്ടു. അപ്പോൾ സമാനമായ രീതിയിൽ പ്രതീകാത്മകമായ പ്രതിഷേധം ഉണ്ടാവും. അതിനുശേഷം രാഹുൽ MLA സ്ഥാനം ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. രാജിവെക്കുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരും. പാലക്കാട് രാഹുൽ എത്തുമ്പോൾ സ്വാഭാവികമായി മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുലിൻ്റെ മാസ്ക് ധരിച്ചുകൊണ്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഈ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഹുൽ രാജിവെക്കണമെന്നുള്ള ആവശ്യമില്ല? അതെ, രാഹുൽ രാജിവെക്കണം. ഈ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ പോലെ ഒരു MLA അല്ല ആവശ്യമുള്ളത്. അപ്പോൾ അവരെന്തൊക്കെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായി 1-2 തവണ നിലത്ത് വീണു അല്ലേ? ആ സെൽഫ് ഡിഫെൻസ് ആ വിദ്യാർത്ഥിനികളെ ഏത് രീതിക്കാണ് പ്രതിരോധിക്കേണ്ട ആ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായുള്ള ക്ലാസ്സുകൾ, അത് പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമാണ്, അത് തുടരും. ശരി ഗോകുലൻ.